ഞങ്ങൾക്ക് ഞങ്ങളെ ചുറ്റും പോലീസ് വല്ല കാര്യമുണ്ടോ? ഏറെ വേദനിപ്പിക്കുകയും ഉത്കണ്ഠക്ക് വഴിവെക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി വയനാട് മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണല്ലോ പ്രധാനം. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഗുരുതരമായ പ്രശ്നമാണ്, ഗൌരവത്തിൽ കാണേണ്ട പ്രശ്നമാണ്. വളരെ ഗൌരവത്തിൽ തന്നെയാണ് ഗവൺമെന്റും വനംവകുപ്പും ഈ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിലെ നടപടിയാണ് മയക്കുവെടി വെച്ച് പിടിച്ചു കൂടുക എന്നുള്ളത്. നമ്മൾ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിന്റെ നിലവിലുള്ള സാഹചര്യം നിരീക്ഷിക്കേണ്ടതില്ലേ? ഏതായാലും കൂടുതൽ ആളപായവും കൃഷിനാശവും ഇല്ലാതെയുള്ള പ്രതിരോധമാണ് ഇപ്പോൾ അടിയന്തരമായി വേണ്ടത്. അതിനെ തുടർന്നായിരിക്കും മറ്റു നടപടികളിലേക്ക് ആലോചിക്കേണ്ടി വരിക. വയനാട്ടിൽ നിന്ന് ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ് അലി, തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വന്യജീവി ശല്യത്തിൽ, ആക്രമണത്തിൽ ജനങ്ങൾ രോഷത്തിലാണ്. ഇന്ന് പുലർച്ചെയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ എത്രത്തോളം പ്രതിഷേധത്തിലാണ്? എന്താണ് നിലവിലെ സ്ഥിതി? ദിവ്യ, ഒരാൾക്ക് ജീവൻ നഷ്ടമായതോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് ജനങ്ങളുള്ളത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ആദ്യം പ്രതിഷേധം ആരംഭിച്ചു. ഇപ്പോൾ മാനന്തവാടി MLA കേളു അടക്കമുള്ള ആളുകൾ തടഞ്ഞു, വാഹനം തടഞ്ഞു, ഇറങ്ങി നടന്നോളാൻ ആവശ്യപ്പെട്ടു. വലിയ തരത്തിൽ രോഷാകുലരാണ് ജനങ്ങൾ. പല റോഡുകളും ഇപ്പോൾ ജനങ്ങൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലവിലുണ്ട്. ഇപ്പോൾ അത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. മാനന്തവാടിയുടെ എല്ലാ ഭാഗത്തും നാട്ടുകാർ ഇറങ്ങി തടയുന്നുണ്ട്. കോഴിക്കോട് റോഡ് തടഞ്ഞിട്ടുണ്ട്, മൈസൂർ റോഡ് തടഞ്ഞിട്ടുണ്ട്, തലശ്ശേരി റോഡ് തടഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാം ആളുകൾ കൂട്ടം കൂടി വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യന് ജീവൻ നഷ്ടമായിരിക്കുന്നു. രാവിലെ 4:00 ഈ ആന നാട്ടിലിറങ്ങി എന്ന് നാട്ടുകാർ കണ്ടു. അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ആ കാട്ടാന ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ അജിയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. ഇപ്പോൾ ഈ ആന ജനവാസ കേന്ദ്രത്തിൽ തന്നെ തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. കാരണം ഈ ആന നേരത്തെ നമ്മൾ കണ്ട തണ്ണീർക്കൊമ്പനെ പോലെ ശാന്ത സ്വഭാവിയല്ല. ആദ്യ മണിക്കൂറിൽ തന്നെ, നാട്ടിലിറങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ ഒരാളുടെ ജീവനെടുത്തൊരു കാട്ടാന ഇനി അതിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുമോ എന്ന തരത്തിൽ ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഈ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ശരീരം എത്തിച്ച അജി, അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു, പെട്ടെന്ന് തന്നെ മരിച്ചു. അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളാണ് എടുക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ച നടപടിയല്ല. വനംവകുപ്പിന്റെ മുമ്പിലുള്ളത് ഈ തൊട്ടടുത്തുള്ള കാടുകളിലേക്ക് ആനയെ കടത്തിവിടുക എന്നാണ്. ഇപ്പോൾ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രദേശത്ത് വനംവകുപ്പിന്റെ വാച്ചർമാരും ഉദ്യോഗസ്ഥരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആന സുരക്ഷിതമായ ഒരു ഇടത്താണ് ഉള്ളത് എന്ന് നാട്ടുകാരെ വനംവകുപ്പ് അറിയിക്കുന്നുണ്ട്.